എന്താണാവോ? എന്താ ഇവിടെ ഇത്ര ആളുകള്? നിന്നെ കൊല്ലാൻ. ഇത്രയും പേരും എന്നെ കൊല്ലാൻ? ഒരുപാട് നേരം കുളിച്ചെന്ന് തോന്നുന്നു. ഞാൻ നന്നായിട്ട് തേച്ചൊരച്ച് കുളിക്കും. കാക്കക്കുളി എനിക്ക് പതിവില്ല. അല്ല, എന്താ ഇവിടെ ഇങ്ങനെ ആൾക്കൂട്ടം? ഇന്ന് ഞങ്ങളുടെ ചെറിയ മാമ മരിച്ച ദിവസാ. എപ്പോ മരിച്ചു? 30 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടതാ. ആരെ കൊന്നേ? അയൽ ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ വീരഭദ്രൻ. ശത്രുവിനെ കൊന്ന് മരിച്ച ധീരനാ ഞങ്ങളുടെ ചെറിയ മാമൻ. ഈ ദിവസം ഇവിടെ വലിയ പൂജയും ബലികർമ്മങ്ങളും ഒക്കെ നടക്കും. ചെറിയ മാമൻ ആത്മശാന്തി കിട്ടണമെങ്കിൽ ശത്രുവിന്റെ ജീവിച്ചിരിക്കുന്ന മകൻ കൊല്ലപ്പെടണം എന്നാ പ്രശ്നവിധി. അയ്യോ, എന്തേ? അല്ല, അയ്യോ ഭയങ്കര അല്ലേ? അതെ അതെ. ചെന്ന് ചെറിയ മാമയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വാ. അല്ല, അതിന് ഞാൻ ഈ കുടുംബത്തിലെ അംഗമല്ലല്ലോ. ഉടനെ അംഗം ആകുമല്ലോ. ഇപ്പൊ ഒരംഗത്തെ പോലെ ആണല്ലോ. കൃഷ്ണ പ്രാർത്ഥന. കൃഷ്ണയൊക്കെ പ്രാർത്ഥിച്ചു. രാമചല്ല. അത് എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കോറസായിട്ട് പോയി പ്രാർത്ഥിച്ചാലോ? ചെല്ല് രാമോ. ഞാൻ എന്ത് പ്രാർത്ഥിക്കണ? കോറസേ. രാമു, കുറച്ച് പൂവും തുളസി എടുത്ത് തൊഴുത് നമസ്കരിച്ചോളൂ. ഇനി മരിച്ച ആളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഇന്ദ്രസിംഹനെ കൊന്ന വീരഭദ്രന്റെ മകൻ എവിടെയോ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും ആത്മശാന്തി കിട്ടില്ല. അതിനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമോ ആവോ. ഇനി അധിക സമയം കാത്തിരിക്കേണ്ടി വരില്ല. ഇനി എല്ലാവരും കണ്ണടച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പൂജ നടക്കട്ടെ. അമ്മായി, കൃഷ്ണമോള് മോളെ, എന്റെ കുട്ടി മോളൊക്കെ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ അല്ലേ സോമേട്ടാ? ഇല്ലല്ലേ? സാരമില്ല കേട്ടോ. നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറ്. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് നിന്നെ ഞാൻ എന്നെ പോലെ സുന്ദരിയാക്കി തരും അല്ലേ സോമേട്ടാ? മോളെ, രാജീവ് എവിടെ? നിൽക്കുന്ന ആളാണോ രാജീവ്? ഇങ്ങോട്ട് വേണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവര് ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന്. ശരിയാക്കി തരാം. അവന്റെ ഒരു ഒളിച്ചു കളി. ഇങ്ങനെ ഒളിച്ചും പാത്തും ഉള്ള പിന്നാലെ നടക്കാതെ കെട്ടിക്കൂടെ നിനക്ക് ഇവിടെ? അല്ലേ മോളെ? ഞാൻ എപ്പോഴേ റെഡിയാ അമ്മാവ. ഈ രാജീവ് സമ്മതിക്കുന്നില്ലെന്നേ. ആഹാ, ഇനി പഠിപ്പും വേണ്ട, ഒരു കുന്തം വേണ്ട, പെട്ടെന്ന് കെട്ടിക്കോണം അവിടെ. എന്തോ എന്തോ ഇപ്പൊ വരും. അതാരാ? അളിയനാണോ? എന്നെ വിളിച്ചോ? അവള് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ഇല്ല സോമേട്ടാ. കെട്ടുടനെ നടത്തിക്കോളാൻ. ആണോ? എന്നാ സൗകര്യം പോലെ സോമേട്ടൻ ഏട്ടനോടൊന്ന് സംസാരിക്കേ.
നീ അങ്ങോട്ട് മാറിയിരുന്നേ. നീ അവിടെ തന്നെ ഇരിക്കെ. അമ്മാവൻ അങ്ങോട്ട് മാറിയിരുന്നേ. എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാണ്ട്. നീ അങ്ങോട്ട് മാറിയിരുന്നേ. ഒരു പ്രാവശ്യം പറഞ്ഞ അമ്മാവന് മനസ്സിലാവില്ലേ? ഇല്ല. പിന്നിലെങ്ങാൻ പോയിരിക്കും. ഇപ്പ മനസ്സിലായി. ജയഭാരതി, എന്താ സോമേട്ടാ? ആരടി അവൻ? എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് പുറകെ പോയിരിക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്നേക്കാ വലിയവനാണ് അവന്മാരെ നടുവിൽ പിടിച്ചിരിക്കുന്ന അവൻ. എടാ മോനെ, ആരടാ അവൻ? ആര്? ഡാ ജുബയും ഷർട്ടുമല്ലാത്ത വേഷം ധരിച്ചവൻ, ആ മീശയില്ലാത്തവൻ. അതോ? അത് രാമു, നമ്മുടെ കൃഷ്ണയുടെ സുഹൃത്ത്. ദൈവമേ, ഇനി പഞ്ചലോകം എടുത്തോളൂ. ഞാൻ എടുത്തിട്ട് വരാം. കൃഷ്ണ പഞ്ചലോകം എടുത്തോണ്ട് എല്ലാം പറഞ്ഞു. ഞാൻ കൊണ്ടുവരാം. ഞാനും വരാം. പഞ്ചലോകം എന്റെ ബെഡ്റൂമിലാ. ഓ അതിനെന്താ, ഞാനും വരാം. ഓ ഓ സോറി. ജയഭാരതി, സോമേട്ടാ, ഇതേ കണ്ടോ എത്ര സ്നേഹത്തോടെ അവന്മാരെ അവനെ കൊണ്ടു കിടക്കുന്നതെന്ന്. ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? അപ്പൊ സദ്യയുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അത് രുദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിണ്ടച്ചോറ് ആരെടുക്കുക? ഞാൻ ഉണ്ണാം. അല്ല, ഞാൻ എടുക്കാം. ഇതാ രാമോ, ഇപ്പൊ എന്താ ചെയ്യാ? ഒറ്റ കക്കയും കാണാനില്ലല്ലോ. അവസാനം ഞാൻ തന്നെ തിന്നു തീർക്കേണ്ടി വരുമോ? ആദ്യമായിട്ട് അവന് വെച്ച പിണ്ടച്ചോറ് കാക്ക കൊത്തിയത്. മരിച്ചാളുടെ ആത്മാവിന് ശാന്തി കിട്ടി. മരിച്ച ആൾക്ക് ആത്മശാന്തി കിട്ടി. ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് മനഃശാന്തി കിട്ടണമെങ്കിൽ നീ ഈ ഭൂലോകത്തിലെ ഇല്ലാതാകും.